മിക്സ് ചെയ്ത് കഴിക്കണേ. അടിപൊളി. അതിലേക്ക് എങ്ങനെ ബീഫുണ്ടോ? ഓ, ഈ ഒരു പൊതിക്ക് പിന്നിലൊരു കഥയുണ്ട്. കഥ വഴിയെ പറയാം. ഇപ്പൊ നമുക്കൊരു കിടിലൻ ഈസി തേങ്ങാച്ചോറ് റെസിപ്പി നോക്കാം. തേങ്ങാപ്പാലേക്ക് ജീരകം, മഞ്ഞൾ, ഉപ്പിട്ട് തിള വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. വെന്ത് പാകത്തിനാകുമ്പോൾ ചെറിയുള്ളി, വേപ്പില നല്ല നാടൻ വെളിച്ചെണ്ണയിൽ താളിച്ച് ചോറിലേക്ക് ഒഴിച്ച് അടച്ചു വെക്കാം. ഇനി ഞാൻ പറഞ്ഞ ആ കഥയിലേക്ക് പോകാം. എല്ലാ ഫുഡിനും നമ്മൾക്ക് ഓരോരോ ഓർമ്മകൾ ഉണ്ടാകും അല്ലേ? എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയുടെ ഭാഗമായി എൻ്റെ കെട്ടിയവന് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു ഭക്ഷണപ്പൊതിയാണിത്. അത് 307 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതെനിക്കൊരു ഓർമ്മയായി. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ആ തേങ്ങാച്ചോറും ബീഫ് റോസ്റ്റും ലിവർ ഫ്രൈയും കൂടി കുഴച്ചങ്ങ് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.